ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ബാലന്റെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിരിക്കട്ടെ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷെ ഗോമതിക്ക് മാത്രം ചെറിയൊരു വിഷമം. വേറൊന്നുമല്ല, തന്റെ പ്രിയപ്പെട്ട ആകാശും മീനാക്ഷി ഉണ്ടായിരുന്നില്ലല്ലോ, ആ ഒരു ചെറിയ വിഷമം നമ്മുടെ ഗോമതിക്ക് ഉണ്ട്. അത് ആലോചിച്ചിട്ട് മീനാക്ഷിക്ക് വരാത്ത വിഷമം തോന്നും കേട്ടോ. ആകാശിനെ മാറ്റി നിർത്തിയിട്ട് ആര്യനെ കുറിച്ച് ബാലൻ പറയുന്നുണ്ട്, എനിക്ക് എന്റെ എല്ലാ മക്കളും ഒരുപോലെയാണ്, നിനക്കത് അറിയാലോ. നിന്നെയും അതുപോലെ തന്നെ ആര്യനെ ഞാൻ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണം. ജീവിതം എന്താന്ന് പഠിച്ചിട്ട് ജീവിതത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ ജീവിച്ച് കാണിക്കാമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിന്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആര്യൻ, അവന്റെ ചില കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് സമയം കിട്ടുമ്പോൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒന്നത്തെ കാര്യം, രാത്രി ലേറ്റ് ആയിട്ട് വരുന്നത് അത് തന്നെ ആദ്യം തിരുത്തി മനസ്സിലാക്കണം. മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അവിടുന്ന് പോകുന്നുണ്ട്. ആകാശ് അതിനെ കുറിച്ച് ആര്യനോട് പറയാൻ തന്നെ തീരുമാനിക്കാട്ടോ, രാത്രി ഇങ്ങനെ വൈകി വരരുത്. പിന്നെ ആര്യൻ ഇത്രയും പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത് ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ടല്ലല്ലോ. എന്തിനും നല്ലൊരു ജോലി, അറ്റ്ലീസ്റ്റ് ഒരു കമ്പനി ജോലിക്കെങ്കിലും പോയാലെങ്കിലും അച്ഛനെ ഇത്രയും ദേഷ്യം ഉണ്ടാവില്ല. ഇതൊക്കെ പറയാൻ വേണ്ടി ആകാശ് തീരുമാനിക്കുക തന്നെ ചെയ്യാട്ടോ. അങ്ങനെ മീനാക്ഷി ആകെ വിഷമിച്ച് അടക്കളയിലേക്ക് വരുവാണ്. അപ്പൊ ഗോമതി ഒരു പണിത്തിരക്കിലായിരിക്കും. അമ്മേ, ഇന്നലെ വരാൻ പറ്റാതിരുന്നതിൽ അമ്മക്ക് വിഷമമുണ്ടോ? മോളെ നോക്ക്, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു. ബാലേട്ടൻ വഴക്ക് പറയുന്ന വിചാരിച്ചത് ബർത്ത്ഡേ പാർട്ടി നടത്തിയല്ലേ. പക്ഷെ ബാലേട്ടന് ഭയങ്കര സന്തോഷമായി. അത് കണ്ടപ്പോ എന്റെ മനസ്സും അതുപോലെ തന്നെ എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി എന്നൊക്കെ പറയാണ്. അല്ല, ഞങ്ങൾ വരാത്തോണ്ട് അമ്മക്ക് വിഷമമുണ്ടല്ലേ? അത് വിഷമമൊക്കെ ഉണ്ട്, സത്യമാണ്. പക്ഷെ നീ നിന്റെ വീട്ടിൽ പോയതിൽ എനിക്ക് അതിനേക്കാളും അപ്പുറം സന്തോഷമേ ഉള്ളൂ മോളെ എന്ന് പറയാണ്. എന്നാലമ്മേ, ഇന്നലെ വീട്ടിൽ ഇത്രയും വലിയൊരു സന്തോഷം ആഘോഷിക്കണ്ടിട്ട് അത് അച്ഛന്റെ ബർത്ത്ഡേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു അച്ഛന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ലെന്നാ പറയണത്. അപ്പൊ ആദ്യമായിട്ട് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ കൂടി ഇവിടെ വേണ്ടതായിരുന്നില്ലേ? അമ്മ ഒന്ന് ഫോം വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നാനായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, എന്തായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. അല്ല, ഇന്നലെ മീനാക്ഷിക്ക് ഇവിടെ ഉണ്ടാകാൻ പറ്റില്ലല്ലോ, അതിന്റെ വിഷമങ്ങൾ മീനാക്ഷി പറയായിരുന്നു എന്ന് മിത്ര പറയുമ്പോ, അതെന്നാലും വല്ലാത്തൊരു ചതി തന്നെയാണ് കേട്ടോ അമ്മയെ കാണിച്ചത് മീനാക്ഷി അടുത്ത് എന്നൊക്കെ പറഞ്ഞു. മീനാക്ഷിനെ വിളിച്ചെങ്കിലും പറയായിരുന്നു എന്ന് പറയുമ്പോ മീനാക്ഷി ഇങ്ങനെ ദേവിനെ നോക്കാട്ടോ. അപ്പൊ നമ്മുടെ ഗോമതി പറയണ്ട്, ഇന്നലെ അതിന് ഇത്ര എന്ത് പ്രത്യേകതയുണ്ടായത്? ഒരു കേക്ക് വാങ്ങിച്ചു, കട്ട് ചെയ്തു, ആഘോഷിച്ചു. അതിനേക്കാളും സന്തോഷമല്ലേ പിണങ്ങി നിൽക്കണ മീനാക്ഷിയുടെ അമ്മയും അച്ഛനെ ഇണങ്ങിയതില്. അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. എന്തുകൊണ്ടും ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ദിവസമായിരുന്നു. ബാലട്ടന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു, മീനാക്ഷിയുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ദേഷ്യം മാറി. അല്ല മോളെ, അച്ഛൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ അച്ഛനെ ഭയങ്കര സന്തോഷി, ആകാശിനെ ഭയങ്കര ഇഷ്ടമായി അച്ഛൻ എന്നൊക്കെ പറയാണ്. ആണോ? അതെ, ആകാശിന്റെ അടുത്ത് എന്നെക്കാളും കൂടുതൽ അച്ഛൻ ആകാശിനോട് സംസാരിച്ചത്. ആണോ? അവിടുത്തെ വിശേഷമൊക്കെ പറയേച്ചി എന്ന് മിത്ര പറയാണ്. അവിടെ പോയപ്പോ തന്നെ അച്ഛനും നമുക്ക് ഭയങ്കര സന്തോഷി. ഞങ്ങൾ വരില്ലെന്നൊക്കെയാ വിചാരിച്ചത്. പക്ഷെ ഫുഡൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടോ. എന്റെ അടുത്ത് അമ്മ ഇന്നലെ തന്നെ വിളിച്ചു ഇങ്ങനെ ചോദിച്ചായിരുന്നു. വന്നിന് തൊട്ട് മുമ്പ് വിളിച്ചു ചോദിച്ചായിരുന്നു, ആകാശിന് എന്തൊക്കെയാ ഇഷ്ടം, എന്തൊക്കെ ഫുഡാ ഇഷ്ടം എന്നൊക്കെ ചോദിച്ച് അച്ഛനെ കൊണ്ട് പ്രത്യേകം വാങ്ങിപ്പിച്ചിട്ടാ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചത്. ആണോ? എന്നിട്ട് അപ്പൊ ദേവി ഇതൊക്കെ കേൾക്കുന്നുട്ടോ. ആഹാ, ഇത് പറയണ കേട്ടത്തോന്നും ബാലച്ചൻ ഇതുവരെ ആകാശിനെ നിന്നിട്ട് നോക്കിയിട്ടില്ലെന്നാണ് മട്ടിലാണല്ലോ മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ സംസാരിച്ചത്. ദേവി എടുത്ത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. അച്ഛനും നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആകാശിനെ അവർ ആക്സെപ്റ്റ് ചെയ്തല്ലോ, എനിക്ക് അതിലാ സന്തോഷം എന്ന് പറയുമ്പോ ഗോമതിയും പറയണ്ട, അതെ അതന്നെയാ മോളെ എനിക്കും ഏറ്റവും സന്തോഷമുള്ള കാര്യം. അവനെ നിന്റെ വീട്ടുകാരെ അംഗീകരിച്ചല്ലോ, അതന്നെ വലിയ കാര്യം. ഹോ, അങ്ങനെ അത് സമാധാനം. ഇനി മിത്രയുടെ കാര്യത്തിൽ മാത്രമുള്ള ഒരു സമാധാനക്കേട് എന്ന് പറയുമ്പോ ദേവി പറയണ്ട, മിത്രയുടെ കാര്യം ശരിയാവുമെന്ന് തോന്നണില്ല അമ്മേ. അതെന്താ നീ അങ്ങനെ പറയണത്? അവളുള്ളത് എന്റെ ചേട്ടന്മാരാട്ടോ ദേവി, അത് നീ മറക്കരുത്. എന്റെ ചേട്ടന്മാർ എന്റെ ചെറുപ്പത്തിലെ കൈവെള്ളയിലിട്ടിട്ടാ വളർത്തിയത്. പിന്നെ ഞാൻ ബാലേട്ടന്റെ കൂടെ ഓടിപ്പോയപ്പോ ആ ദേഷ്യ കാണിക്കുന്നത് എന്ന് പറയാണ്. എന്തായാലും ഓടിപ്പോയാതെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും മീനാക്ഷിനെ സ്വീകരിച്ചില്ലേ, അതുപോലെ തന്നെ അമ്മേനെ എന്താ സ്വീകരിക്കാതിരുന്നത്? അതിന്റെ കാരണം എന്താണ്? അവർക്ക് ഈഗോ. അതന്നെ കുഴപ്പം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് മിത്രനെയും അവർ സ്വീകരിക്കാൻ പോകണില്ലെന്ന്. അപ്പൊ മിത്ര അത് കേട്ടിട്ട് കരഞ്ഞോണ്ട് പോവുക കേട്ടോ. എന്തിനാ അവളുടെ മുമ്പിൽ അങ്ങനെയൊക്കെ പറഞ്ഞത്? അവളും പ്രതീക്ഷിച്ചിരിക്കുക അവളുടെ അച്ഛനും അമ്മയും അവളെയും ഇതുപോലെ വിളിക്കുമെന്ന് ആലോചിച്ചിട്ട്. മീനാക്ഷി പറഞ്ഞിട്ട്, അമ്മ വിഷമിക്കേണ്ട അമ്മേ, അവളുടെ അച്ഛനും അമ്മയും അവളെ വിളിക്കും. അല്ലെങ്കിൽ അമ്മക്ക് തോന്നുന്നുണ്ടോ അവൾക്ക് അച്ഛനമ്മക്ക് അവളുടെ പിണക്കുണ്ടെന്ന്? ഒരിക്കലും ഇല്ല. അവളെ കാണാൻ വേണ്ടി എത്ര പ്രാവശ്യം ജനലരികയിലും അതുപോലെ തന്നെ മതിലിനപ്പുറത്തൊക്കെ അവര് നിൽക്കാറുണ്ട്. അപ്പോഴേക്കും ദേവി പറഞ്ഞു, പിന്നെ അവര് നിൽക്കുന്നത് ഇവിടുത്തെ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ ദേവി പോഹോ ഇവളൊരുത്തി എന്ന് ഗോമതിയും പറയുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലന്റെ അടുത്ത് ദേവി പറയുന്നുണ്ട്, അതെ ഇന്നലെ ആകാശം മീനാക്ഷിയും കൂടി മീനാക്ഷിയുടെ വീട്ടിൽ പോയല്ലോ ബാലച്ച. അതെ, സന്തോഷമായി. എന്തായാലും മീനാക്ഷിയുടെ വീട്ടുകാരുടെ പിണക്കമൊക്കെ മാറിയല്ലോ. പാവാ കുട്ടി, എത്ര നാളെ ആകെ വിഷമിച്ചിരിക്കണത്. ഒറ്റ മോളാണല്ലോ, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പിള്ളേര് ഇങ്ങനത്തെ അബദ്ധമൊക്കെ കാണിച്ച എന്താ ചെയ്യാലേ ദേവി മോളെ? അതെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഓരോരോ മോളായത് കൊണ്ട് തന്നെയാണ് അവര് വിളിച്ചത്. മീനാക്ഷി
മീനാക്ഷി വലിയ വീട്ടിലെ പെൺകുട്ടിയാണല്ലോ, അവരുടെ സ്വത്തും കാര്യങ്ങളൊക്കെ മീനാക്ഷിക്കുള്ളതാണ്. ഇന്നലെ അവിടെ പോയപ്പോഴേ മീനാക്ഷിനേക്കാളും ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തത് ആകാശിനാണെന്നാ പറയുന്നത്. ആഹാ, അതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ എന്ന് പറയുമ്പോ അച്ഛൻ എന്താ പറയണത്? ആകാശിനെ ദേ അച്ഛൻ സ്നേഹിക്കണേക്കാളും കൂടുതൽ അവിടുത്തെ അച്ഛൻ സ്നേഹിച്ചതിന് ആകാശൻ അങ്ങോട്ടേക്ക് ചാരും. പിന്നെ മാത്രല്ല, ഇന്നലെ മീനാക്ഷിയും അതുപോലെ തന്നെ ആകാശം പോണതിന് മുമ്പ് തന്നെ മീനാക്ഷിനെ വിളിച്ചിട്ടേ ആകാശിന് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മീനാക്ഷിയുടെ അച്ഛനാണ് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടത്. അപ്പൊ ആകാശേട്ടന് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. കാരണം ആദ്യമായിട്ട് ഒരു അച്ഛന്റെ സ്നേഹം അറിയണമെന്നൊക്കെയാ മീനാക്ഷി അടുത്ത് പറഞ്ഞത്. അവൻ അങ്ങനെ പറഞ്ഞു? എന്റെ മോൻ അങ്ങനെ പറയില്ല. പിന്നെ ബാലച്ച, ഞാൻ നുണ പറയോ? സത്യാന്നേ പറയണത്. അവർക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് ആകാശിന്റെ മനസ്സറിഞ്ഞ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാ പറഞ്ഞത്. അത് മാത്രല്ല, അവിടെ ഇനി പോണോന്നും പറഞ്ഞിരുന്നു. ഇനി പോകുമ്പോ ഒരാഴ്ച നിക്കണോന്നും പറഞ്ഞിരുന്നു. ഒരാഴ്ച നിൽക്കാനൊന്നും ഞാൻ സമ്മതിക്കുന്നില്ല. എന്റെ മക്കൾ ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും ഞാൻ മാറ്റി നിർത്തില്ല. ആകെ എടുത്ത് പിണങ്ങി പോയേക്കണത് ആര്യം മാത്രമാണ്. പക്ഷെ മോൾക്കൊരു കാര്യം അറിയാവോ? ആര്യൻ ഇവിടുന്ന് പിണങ്ങി മാറി ഇരുന്നപ്പോഴും ഇല്ലേ, അവനെ കാണാൻ വേണ്ടി ഇടക്കൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു. അവൻ ചിലപ്പോ വർക്കിനൊക്കെ പോകും, ഡെലിവറിക്ക്. ആ പെണ്ണവിടെ ഒറ്റയ്ക്കല്ലേ മിത്ര. അതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആ ചുറ്റുവട്ടത്തേക്ക് ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. ആണോ? അത് ബാലച്ചന്റെ നല്ല മനസ്സ്, ബാലച്ചന്റെ സ്നേഹം. പക്ഷെ ഇവരതുപോലെയല്ല ബാലച്ച നോക്കിക്കോ. ഇനി മീനാക്ഷി പറയാൻ പോണത് എന്താണെന്നറിയാവോ? മീനാക്ഷിയുടെ അച്ഛനും അമ്മയും വിളിച്ചു, ഒരാഴ്ച അവിടെ നിക്കണോന്ന് പറഞ്ഞിട്ടൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ ബാലച്ചൻ അവരെ വിടും? ഞാൻ വിടാൻ പോണൊന്നുമില്ല. ചിലപ്പോ നാളൊരു സമയത്ത് ആകാശ് തന്നെ ബാലച്ചനോട് പറയും, ബാലച്ച ദേ മീനാക്ഷിയുടെ അച്ഛനെ കണ്ടു പഠിക്ക്. അങ്ങനെയാവണം അച്ഛന്മാര്, പിള്ളേർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, പിള്ളേരെ ഫ്രണ്ട്സ് ആയിട്ട് കാണണം എന്നൊക്കെ പറയും. അല്ലാതെ പട്ടാളച്ചട്ട പോലെ ചെയ്യേണ്ടതെന്നല്ല പിള്ളേരുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞ ബാലച്ചന് ഗുണദോഷിക്കും. അവനും കൂടെ വരട്ടെ. എന്തായാലും ഇനി അവളുടെ വീട്ടിൽ ഞാൻ വിടണമെങ്കിലും പോയിട്ട് അപ്പൊ തന്നെ വരണമെന്ന് പറയും. രാത്രി ആക്കാൻ പോലും നിൽക്കില്ല. എന്റെ മക്കളെ നിന്ന് പിരിക്കാൻ നോക്കുവാണോ? ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാം. ബാലൻ പോവാണ്. ആ സമയത്ത് ദേവി മനസ്സിലാക്കണേ, മീനാക്ഷി ഇനി നീ വലിയ ആളാവൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി അവിടുന്ന് പോകുവാട്ടോ. അങ്ങനെ ബാലൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുവാണ്. വേറൊന്നുമല്ല, അങ്ങനെ നമ്മുടെ മീനാക്ഷിയുടെ അമ്മ വീണ്ടും വിളിക്കാണ് മീനാക്ഷിനെ. മോളെ, എന്താ അമ്മേ? ഒന്നുമില്ല, അമ്മക്കും അച്ഛനൊരു ആഗ്രഹമുണ്ട്. അച്ഛനെ ആകാശിനെ ഭയങ്കര ഇഷ്ടം. അതെനിക്ക് മനസ്സിലായി അമ്മേ. എന്താ ഇപ്പൊ വിളിച്ചതല്ല, ആകാശിന്റെ അടുത്ത് ശരിക്കും സംസാരിക്കാനോ ഒന്ന് ശരിക്കും ഇടപഴകാനോ, നിങ്ങളൊന്ന് ശരിക്കും ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചല്ലേ നിങ്ങൾ പോയത്. പക്ഷെ വേണ്ടത്ര നിങ്ങൾ പരിഗണിച്ചില്ലെന്നൊക്കെ അച്ഛന് ആകെ ഒരു വിഷമമാണേ. നീ ഒരു കാര്യം ചെയ്യാം മോളെ, 2 ദിവസം ഇവിടെ ഒന്ന് വന്ന് നിൽക്കാവോ? അമ്മേ, അത് എന്താ മോളെ, അവിടെ പോയപ്പോഴേക്കും നിനക്ക് ഇവിടെ നിക്കണ്ടെന്നൊക്കെയാണോ? അങ്ങനെയൊന്നും അല്ല അമ്മേ, അച്ഛൻ്റെ ഒരു ആഗ്രഹമല്ലേടി. എന്ന് ഞാൻ സംസാരിക്കണം അവിടുത്തെ അമ്മയടുത്ത്. അത് വേണ്ടമ്മേ, ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ഫോൺ വെക്കാണ്. മിത്രടുത്ത് പറഞ്ഞു, മിത്രേ അമ്മ വിളിച്ചത് 2 ദിവസത്തേക്ക് അവിടെ വന്ന് നിക്കണോന്നൊക്കെ പറയാം. അത് സന്തോഷമുള്ള കാര്യമല്ലേ? ചേച്ചി പോ, ആകാശേട്ടനെയും കൂട്ടിക്കൊണ്ട് പോന്ന് പറയാണ്. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ അച്ഛന് ഇതൊക്കെ ഇഷ്ടാവോ? അച്ഛനൊക്കെ ഇഷ്ടാവാൻ എന്താ, അച്ഛന് ഇഷ്ടാവും. കാരണം നിങ്ങൾ വീട്ടുകാർ പിണക്കം പറഞ്ഞ അച്ഛനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അച്ഛനോട് ചേച്ചി തന്നെ പറ, അച്ഛൻ സമ്മതിക്കും. അങ്കിള് ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പൊ ഗോമതി പറയുമ്പോ ഗോമതി പറയണ്ട, മക്കളെ പോയിട്ട് വാ, ബാലേട്ടനോട് പറ, ബാലേട്ടൻ സമ്മതിക്കും എന്നൊക്കെ പറയാണ്. പക്ഷെ ഇവിടെ ബാലൻ സമ്മതിക്കാൻ പോണൊന്നുമില്ല. അപ്പോഴാണ് ആകാശ് 2 വർത്താനമൊക്കെ പറയാൻ പോണേട്ടോ. നിങ്ങൾ അയാളെ കണ്ടു പഠിക്കുന്നൊക്കെ പറയാൻ പോണേയുള്ളൂ. അതൊക്കെ പറയും കേട്ടോ. അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഇതിന്റെ റീമേക്കിലുണ്ട്, ഇതിലും വരും, കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.